അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അൽ ഫായിസീന ബിറളില്ലാഹി അമ്മാ ബഅദ്. സഹോദരന്മാരെ, നമ്മുടെ ജബ്ബാർ മാഷ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തി എഴുതിയ ചില സംഗതികൾ പറയുന്നുണ്ട്. ഒന്ന്, നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ. രണ്ട്, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കഥ. ഈ കഥകളൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പകർത്തി എഴുതിയതാണ്. പക്ഷെ എവിടെ നിന്നാണ് പകർത്തി എഴുതിയത് എന്ന് അദ്ദേഹത്തിന് തിട്ടല്ല. അത് അപ്പോക്രിഫയിൽ നിന്നോ മറ്റോ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ബൈബിളിൽ നിന്നല്ല. ബൈബിൾ എന്ന് പറഞ്ഞാൽ കത്തോലിക്കർ മറ്റല്ലാത്ത ജൂതന്മാരും ക്രിസ്തീയ സമൂഹത്തിലെ കത്തോലിക്കരല്ലാത്ത മറ്റ് വിഭാഗങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന, കത്തോലിക്കർ ഇത് അംഗീകരിക്കില്ല അപ്പോക്രിഫ. ബാക്കിയുള്ള ആളുകളൊക്കെ അംഗീകരിക്കുന്ന ബൈബിളിൻ്റെ തന്നെ ഭാഗമായ അപ്പോക്രിഫയിൽ നിന്നോ മറ്റോ ഒക്കെയാണ് എന്ന് അദ്ദേഹം തട്ടിവിടുന്നുണ്ട്. എന്തുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ പറയേണ്ടി വന്നത്? ഇവിടെ സാധാരണ കത്തോലിക്കരുടെ ബൈബിളിൽ അപ്പോക്രിഫ് കാണൂല. അപ്പോൾ ഇത് ആർക്കും കിട്ടാത്തൊരു സാധനമാണ് ഈ അപ്പോക്രിഫ. അതുകൊണ്ട് തന്നെ ആരും താൻ പറയുന്ന ഈ അബദ്ധവും ശുദ്ധ നുണയും ആരും മനസ്സിലാക്കൂല എന്നാണ് ജബ്ബാർ മാഷ് മനസ്സിലാക്കിയിട്ടുണ്ടാവുക. അതുകൊണ്ടായിരിക്കണം അദ്ദേഹം അപ്പോക്രിഫയിലേക്ക് ഇത് കൊണ്ടെത്തിക്കുന്നത്. എന്നാൽ അപ്പോക്രിഫ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ ഈ കത്തോലിക്കർ അംഗീകരിക്കാത്ത, എന്നാൽ ബൈബിളിൻ്റെ തന്നെ ഭാഗമായിട്ട് ജൂതന്മാരും മറ്റ് ക്രിസ്തീയ വിഭാഗങ്ങളുമൊക്കെ അംഗീകരിക്കുന്ന 12 പുസ്തകങ്ങൾക്കാണ് അപ്പോക്രിഫ എന്ന് പറഞ്ഞത്. മൊത്തത്തിൽ കത്തോലിക്കർ അംഗീകരിക്കുന്ന ബൈബിളിലുള്ളത് 66 പുസ്തകങ്ങളാണ്. 37ഉം 29ഉം. 37 പഴയ നിയമത്തിലുള്ള ഓൾഡ് ടെസ്റ്റമെൻറ്റ്, അതുപോലെ 29 പുതിയ നിയമത്തിലുള്ള പുസ്തകങ്ങളും, അങ്ങനെ 66. അതിന് പുറമെ 12 പുസ്തകങ്ങൾ അപ്പോക്രിഫയിൽ ഉൾപ്പെടുന്നുണ്ട്. അതേതൊക്കെയാണ്? 1 തോബിത്ത്, 2 യൂദിത്ത്, 3 എസ്തേർ, 4 വിജ്ഞാനം. മലയാളത്തിലുള്ളതിനാണ് ഞാൻ പറയുന്നത്. ഇംഗ്ലീഷിലുള്ള പേരുണ്ടാവും. 5 പ്രഭാഷകൻ, 6 ബാറൂക്ക്, 7 ഇരമ്യായുടെ കത്ത്, 8 പ്രാർത്ഥനയും 3 യുവാക്കന്മാരുടെ ഗീതവും. 9 സൂസന്ന, 10 ബേലും മഹാസർപ്പവും, 11 മക്കാബായർ 1, 2 മക്കാബായർ 2. ഇങ്ങനെ 12 പുസ്തകങ്ങളാണ് ഈ അപ്പോക്രിഫയിലുള്ളത്. ഈ ജബ്ബാർ മാഷ് ഈ അപ്പോക്രിഫയിൽ എവിടെയാണ് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കഥ ഉള്ളതെന്ന് പറഞ്ഞു തന്നാൽ തീർക്കില്ല. ഒരു സംഗതി ഖുർആനെ വിമർശിക്കാൻ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമുണ്ട്. അത് അദ്ദേഹം വിമർശിച്ചോട്ടെ. പക്ഷേ ലോകത്ത് കാശ് കൊടുത്ത് വാങ്ങാൻ കിട്ടുന്ന പുസ്തകത്തിൽ അങ്ങനെ ഒരു സംഗതി ഇല്ലാത്ത പുസ്തകം, ആ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് ഈ കളവ് പ്രചരിപ്പിക്കുന്നത്? അപ്പോൾ യുക്തിവാദിയുടെ അല്ലെങ്കിൽ ദൈവനിഷേധികളുടെ യഥാർത്ഥ മുഖം എന്താണെന്ന് ഇതിന് മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിനെ നുണകൾ പറഞ്ഞുകൊണ്ട് പൊളിച്ചടക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നതാണ് ഇവിടെ ജബ്ബാർ മാഷ് നടത്തിക്കൊണ്ടിരിക്കുന്ന കളി. ഇത് എന്തിനാണ് ജബ്ബാർ മാഷ് ഇങ്ങനെയൊക്കെ നുണകൾ പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആശയം പ്രചരിപ്പിക്കുന്നത്? സത്യസന്ധമായിട്ട് കാര്യങ്ങൾ പറയാൻ അദ്ദേഹത്തിന് കഴിയില്ലാന്നുള്ളതുകൊണ്ടാണ്. അതിന് നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ ബൈബിളിൽ പറഞ്ഞതും ഖുർആനിൽ പറഞ്ഞതും ഒരുപോലെയാണോ? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ കഥ ബൈബിളിൽ പറഞ്ഞതും ഖുർആനിൽ പറഞ്ഞതും ഒരുപോലെയാണോ? അതും പരിശോധിക്കേണ്ടതാണ്. ഖുർആൻ നൂഹ് നബിയെയും ഇബ്രാഹിം നബിയെയും ഒക്കെ പരിചയപ്പെടുത്തുന്നത്
അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ അഗ്രഗണ്യരായിട്ടുള്ള 2 വ്യക്തിത്വങ്ങൾ എന്നുള്ളവർക്കാണ്. നൂഹ് നബിയെ സംബന്ധിച്ച് അദ്ദേഹം ദൂതന്മാരുടെ അവ്വലുർ റുസുൽ എന്നാണ് അദ്ദേഹത്തെ പറയാറുള്ളത്, ആദ്യത്തെ ദൂതൻ, അള്ളാഹുവിൻ്റെ ദൂതൻ. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തെ അള്ളാഹു തന്നെ വിശേഷിപ്പിച്ചിട്ടത് മനുഷ്യ സമൂഹത്തിൻ്റെ ഇമാം, മാതൃകാ പുരുഷൻ എന്നുള്ള ആൾക്കാണ്. വിശുദ്ധ ഖുർആൻ എത്ര ഉദാത്തമായിട്ടുള്ള രീതിയിലാണ് ഈ പ്രവാചകന്മാരെ എടുത്തു പറഞ്ഞിട്ടുള്ളത് എന്നും, എന്നാൽ അതേസമയം ബൈബിൾ ഇവരെ യഥാർത്ഥത്തിൽ പ്രവാചകന്മാരായെങ്കിലും പരിചയപ്പെടുത്തുന്നുണ്ടോ എന്നും ഈ 2 പുസ്തകങ്ങളും വായിച്ചാൽ മനസ്സിലാക്കാവുന്നൊരു സംഗതിയാണ്. അപ്പോൾ ഖുർആന് ഇവരെ മാതൃകാ പുരുഷന്മാരായി അവതരിപ്പിക്കുന്നു. ബൈബിള് അവരെ, വിശേഷിച്ചും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ ഇസ്രായേൽ സമൂഹത്തിൻ്റെ വംശപിതാവായിട്ട് അംഗീകരിക്കുന്നു. ഇതാണ് ബൈബിളും ഖുർആനും തമ്മിലുള്ള യഥാർത്ഥ വ്യത്യാസം ഇതുമായി ബന്ധപ്പെട്ടിട്ട്. അതേപോലെ തന്നെ നൂഹ് നബി അലൈഹിസ്സലാമിൻ്റെ കഥ വിശുദ്ധ ഖുർആൻ, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെയും കഥ വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ അവർ സമൂഹത്തിൽ പ്രവർത്തിച്ചിരുന്നത് ഏത് നിലക്കാണെന്നും സമൂഹത്തിൽ നിന്ന് അവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള മർദ്ദനങ്ങളും പീഡനങ്ങളും അല്ലെങ്കിൽ ബഹിഷ്കരണവുമൊക്കെ ഏത് രീതിയിലാണെന്നുള്ളതൊക്കെ ഖുർആൻ വളരെ സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ആ ബൈബിളിൽ അങ്ങനെയുള്ള യാതൊരു പരാമർശം നമ്മൾക്ക് കാണാൻ സാധ്യമല്ല എന്നുള്ളതാണ്. ബൈബിളിൽ പ്രളയം വന്ന കഥ ബൈബിളിൽ പറയുന്നുണ്ട്. പക്ഷേ ബൈബിളിൽ പറയുന്ന ആ ഒരു കാഴ്ചപ്പാടിലൂടെയല്ല വിശുദ്ധ ഖുർആൻ പ്രളയത്തെ പോലും വിസ്തരിച്ച് പ്രതിപാദിച്ചിട്ടുള്ളതെന്നാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ചാണെങ്കിൽ ബൈബിളിൻ്റെ കാര്യത്തിൽ അദ്ദേഹം ഒരു ഇടയൻ, കുറേ ആടുകളെയും മറ്റുമൊക്കെ വളർത്തി ഇറാഖിൽ ജീവിച്ചു പോകുന്നൊരു മനുഷ്യൻ. അദ്ദേഹം യെറൂശലമിലേക്ക് അല്ലെങ്കിൽ ഫലസ്തീനിലേക്ക് മാറി താമസിക്കുന്നു. അതെന്തിനു വേണ്ടിയായിരുന്നു എന്നുപോലും വ്യക്തമായിട്ട് ബൈബിളിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയില്ല. എന്നാൽ വിശുദ്ധ ഖുർആനോ, വിശുദ്ധ ഖുർആൻ പറയുന്നത് അദ്ദേഹം തൻ്റെ നാട്ടിലെ സ്വേച്ഛാധിപതിയായിട്ടുള്ള ഭരണകൂടത്തോട്, രാജാവിനോടും, അന്ധവിശ്വാസിയും അതുപോലെ തന്നെ വിഗ്രഹ പൂജകൻ മാത്രമല്ല അതിൻ്റെ കച്ചവടക്കാരൻ കൂടിയായിരുന്ന, നിർമ്മാതാവും കച്ചവടക്കാരനും കൂടിയായിരുന്ന തൻ്റെ പിതാവ്, അതുപോലെ നാട്ടുകാർ, ഇവരുമൊക്കെ ആയിട്ട് സംവാദത്തിലേർപ്പെടുകയും അവസാനം അവരുടെ മർദ്ദനങ്ങളിൽ സഹിക്കാൻ കഴിയാതെ അദ്ദേഹം നാടുവിടുകയുമാണ് ചെയ്യുന്നത്. അവർ ഉന്നതമായ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ഈ 2 പ്രവാചകന്മാരും പ്രവർത്തിച്ചിട്ടുള്ളതെന്നും, എന്നാൽ ആ പ്രവാചകന്മാരെ അവരെ സമൂഹം ഉൾക്കൊള്ളാൻ സന്നദ്ധമായില്ല. അതുകൊണ്ട് നൂഹ് നബി അലൈഹിസ്സലാമിനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജനത പ്രളയത്തിലൂടെ നശിച്ചതിന് ശേഷമാണ് അദ്ദേഹം പിന്നീട് തൻ്റെ നാട്ടിൽ തൻ്റെ കൂടെ അവശേഷിച്ച, തൻ്റെ കപ്പലിൽ കയറി രക്ഷപ്പെട്ട ആളുകളുമായിട്ട് പിന്നീട് മുമ്പോട്ട് പോണത്. ആ നൂഹ് നബിയുടെ തന്നെ പിന്മുറക്കാരാണ് പിന്നീട് ലോകത്ത് ഉണ്ടായിട്ടുള്ള മനുഷ്യന്മാരെന്ന് പറയുന്നുണ്ട് ഖുർആൻ. വജഅൽനാ ദുർരിയ്യതഹു ഹുമുൽ ബാഖീൻ എന്നാണ് നൂഹ് നബിയുടെ ഈ കഥ വിവരിച്ചുകൊണ്ട് ഖുർആൻ പറഞ്ഞത്. അദ്ദേഹത്തിൻ്റെ മക്കളെ നാം, അദ്ദേഹത്തിൻ്റെ സന്തതികളെ, ദുർരിയ്യത്ത് പറഞ്ഞാൽ കേവലം നേർക്കുനേറുള്ള സന്താനങ്ങൾ മാത്രമല്ല, സന്താനങ്ങളുടെ സന്താനങ്ങളും അവരുടെ സന്താനങ്ങളൊക്കെ പെടും. അവരെയാണ് പിന്നീട് ലോകത്ത് അവശേഷിപ്പിച്ചിട്ടുള്ളത് എന്ന് നൂഹ് നബി അലൈഹി സ്വലാമിനെ സംബന്ധിച്ച് പറയുന്നുണ്ട്. ഇബ്രാഹിം നബിയെ സംബന്ധിച്ചാണെങ്കിൽ അദ്ദേഹത്തിന് ഇസ്ഹാഖ്, ഇസ്മായിൽ എന്നീ 2 സന്താനങ്ങൾ ഉണ്ടാവുന്നത് പോലും അദ്ദേഹം ഇറാഖിൽ നിന്ന് പോയതിന് ശേഷമാണെന്നും ഖുർആൻ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ വിശുദ്ധ ഖുർആനും ബൈബിളും വളരെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലാണ് പ്രതിപാദിക്കുന്നത്. അത് ബൈബിളിൽ നിന്ന് പറയുമ്പോൾ അപ്പോക്രിഫയിൽ നിന്ന് കടമെടുത്തതാണ്. അങ്ങനെയാണ് മുഹമ്മദ് അത് എഴുതിണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞാൽ ഇതൊന്നും ഈ ഗ്രന്ഥങ്ങൾ യഥാർത്ഥത്തിൽ വായിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ ആദി നുണകൾ അവരംഗീകരിക്കുന്നു വിശ്വസിക്കാൻ അല്ലെങ്കിൽ ഊഹിക്കാൻ പോലും പറ്റാത്ത അത്രയ്ക്ക് ബാലിശമായിട്ടുള്ള വാക്കുകളാണ് എ ജബ്ബാർ മാഷ് ഈ ഇത് സംബന്ധമായിട്ട് അദ്ദേഹത്തിൻ്റെ ഖുർആൻ വിമർശനത്തിൽ അല്ലെങ്കിൽ ഖുർആനിൻ്റെ ഉത്ഭവം എന്ന് പറയുന്ന ആ ഭാഗത്ത് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ജബ്ബാർ മാഷ്
അദ്ദേഹത്തിന് ഖുർആനെ വിമർശിക്കാം, പക്ഷേ ഇങ്ങനെയുള്ള നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ടാവരുത് ഖുർആനെ വിമർശിക്കുന്നതെന്നും സത്യസന്ധമായി മനുഷ്യന് മനസ്സിലാവുന്ന അവർക്ക് ഉൾക്കൊള്ളാൻ കൂടി കഴിയുന്ന രീതിയിലായിരിക്കണം അത് നടത്തുന്നത് എന്നും അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അദ്ദേഹത്തെ ഉപദേശിക്കല്ല, കാരണം ഉപദേശം അദ്ദേഹത്തിന് സ്വീകാര്യമാവില്ല. അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയാണ്. അല്ലെങ്കിൽ ബുദ്ധിയുള്ള മനുഷ്യന്മാർ, വിവേകശാലികളായിട്ടുള്ള ആളുകൾ അദ്ദേഹത്തെ പുച്ഛിച്ച് തള്ളുകയോ ചെയ്യുകയുള്ളൂ എന്ന് അദ്ദേഹം ഓർമ്മിക്കുന്നത് നന്നായിരിക്കും എന്ന് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുകയാണ്.